അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ, ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളിലാണ് നാം നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പലർക്കും പല പ്രയാസങ്ങളാണ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതുപോലെ മക്കളെ കെട്ടിക്കാനുള്ള വിഷമങ്ങൾ, അതുപോലെ വിവാഹം ശരിയാകാത്ത പ്രശ്നങ്ങൾ, കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടമില്ലായ്മ, ബിസിനസ് പരാജയം, ഇതിൽ നിന്നൊക്കെ രക്ഷ നൽകാൻ ഒരു മഹത്തായ ഒരു സൂറത്താണ്, ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ അത്യത്ഭുതമായ മഹത്തായ ഒരു ആയത്ത്. കടം വീടാനും രോഗശമനത്തിനും ഹലാലായ ആവശ്യങ്ങൾ നടക്കാനും വളരെ ഉത്തമമായ ഒരു ആയത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്ത് നമ്മൾ പരമാവധി ചൊല്ലുക. ചെറിയൊരു ആയത്താണ്. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. ഇത് പല ആവശ്യങ്ങൾക്കും നമ്മൾ എന്തൊരു ഉദ്ദേശമാണോ മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലുന്നത്, ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കപ്പെടും. ഒന്ന്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇത് ധാരാളം ചൊല്ലുക. അതുപോലെ രോഗശമനത്തിന് വേണ്ടി ഇത് ഓതാം. അതുപോലെ ഹലാലായ മുറാദുകൾ, ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനും ഇത് ചൊല്ലാം. കഴിയുന്നതും ചുരുങ്ങിയത് 313 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹത്തായ അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. ഈ ലോകത്തും വിജയികളുടെ